ഇന്ന് ഞങ്ങൾ പോകുന്നത് ശിവഗിരി തീർത്ഥാടനത്തിനാണ്. നമ്മുടെ ശാഖയിൽ നിന്ന് എല്ലാ വർഷവും നമ്മൾ ഇവിടേക്ക് പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ശാരദാ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ശാരദാ മന്ദിരത്തിൽ ഞങ്ങൾ നേർന്ന് തൊഴുകയാണ്. എല്ലാ വർഷവും ഇവിടെ ഭയങ്കര തിരക്കാണ്. ഈ പ്രാവശ്യം പക്ഷേ തിരക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ. കാരണം ഞങ്ങളിന്ന് ജനുവരി 1-നാണ് ഇവിടെ എത്തിയത്. ഇതിന് മുന്നേയൊക്കെ ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ ഭയങ്കര രസമാണ് കാണാൻ. ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ നടന്നു, ഫോട്ടോയും ഒക്കെ എടുത്തു. പിന്നെ അവിടെ കാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു, ഉപ്പുമാവൊക്കെ രാവിലെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അതൊക്കെ പോയി കഴിച്ചു. അതിനുശേഷം ഞങ്ങളിങ്ങനെ മുകളിലേക്ക് കയറുന്നതേ ശിവഗിരി മണ്ഡപം അങ്ങ് മുകളിലാണ് കേട്ടോ. കുറേ സ്റ്റെപ്പുകളൊക്കെ കയറി നമ്മൾ മുകളിലെത്തണം. അതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ വന്നിട്ടുണ്ടോ ഇവിടെ? ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ ശാഖയിൽ നിന്ന് നല്ലതായിട്ട് ആൾക്കാർ ഒരുപാട് പേര് ഇങ്ങനെ വരാറുണ്ട്. ഇവിടെ എല്ലാം കച്ചവടക്കാരുടെ ബഹളമാണ്. കുറേ പേര് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും ദേ ഇവിടെ അവിടെ മണ്ണിലൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ സമയം ഇരിക്കും. അതിനുശേഷം ഞങ്ങൾ ചെമ്പഴന്തിയിലേക്കാണ് പോയത്. ചെമ്പഴന്തി നമ്മുടെ ഗുരുദേവൻ്റെ വീട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ട്. ഇതിങ്ങനെ ഈ വീട് ഇപ്പോൾ സംരക്ഷിക്കാൻ മേൽക്കൂരയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഉച്ചക്കലത്തെ ഊണൊക്കെ ഇവിടുന്നായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഇനി പോകുന്നത് അരുവിപ്പുറത്തേക്കാണ്. അരുവിപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ വെള്ളത്തിൽ വന്ന് കളിക്കാനാണ് എല്ലാവരും ഈ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ വേറെ വേറെ കടവുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ സ്റ്റെപ്പ് ഉണ്ട് ഇതും താഴോട്ട് ഇറങ്ങാൻ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പുഴയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ്. അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തി ഗൈസ്. അങ്ങനെ പുഴയിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വെള്ളത്തിലിറങ്ങും, കാലും കൈയും കഴുകും, മുഖം കഴുകും, തല കഴുകും. അങ്ങനെ ഭയങ്കര സംഭവമാണ് ഇവിടെ എല്ലാവരും. നമ്മളിവിടുന്ന് തോർത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഈ നല്ല പുഴയാണ് കേട്ടോ. നല്ല വെള്ളമായിരുന്നു, നല്ല തണുത്ത വെള്ളമായിരുന്നു. ഇങ്ങനെ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് ആ പാറയിലൊക്കെ ഇങ്ങനെ പോയിരിക്കും. നല്ല രസമാണ്. വിലാസിനിയൊക്കെ ദാണ്ടേ ആ പാറയിലാണ് ഇരിക്കുന്നത് കണ്ടോ. അവിടെ ഇരുന്ന് കണ്ട കാലും കൈയൊക്കെ കഴുകുകയും വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുകയാണ് ഈ ഒരു പ്രായത്തിലും കണ്ടോ. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യമൊന്നും പറയണ്ടല്ലോ, പിള്ളേരെല്ലാം വെള്ളത്തിലാണ്. പിന്നെ അവിടെ എല്ലാം നമ്മൾ വെള്ളത്തിലൊക്കെ വീഴുന്നു എന്നൊക്കെ നോക്കാനൊക്കെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് പോയത് കുന്നിൻ പാറയിലേക്കാണ്. കുന്നിൻപാറ സുബ്രഹ്മണ്യനെയും ഗണപതി ഭഗവാനെയൊക്കെ കാണാനായിട്ട്. ഇത് സ്റ്റെപ്പ് കയറുന്ന ഒരു 1-1.5 ടാസ്ക്കാണ് കേട്ടോ ഗൈസ്. ഭയങ്കര പാടാണ്. കുറേ സമയം നമ്മൾ ഇരുന്നിരുന്നാണ് ഏറ്റവും മുകളിൽ വരെ എത്തിയത്. ഇവിടൊക്കെയുള്ള ആൾക്കാർക്ക് പക്ഷേ ഭയങ്കര സ്പീഡിൽ അവർക്കൊരു ഈസി ആയിരിക്കും. പക്ഷേ നമുക്ക് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുവിധം മുകളിലെത്തിയിരിക്കുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ മയിലൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ദേ കണ്ടോ, ഇതാണ് ഇവിടുത്തെ അമ്പലം. അങ്ങനെ ഇവിടെ എല്ലാം തൊഴുതിന് ശേഷം മേളിൽ നിന്നും താഴോട്ടുള്ള വ്യൂ ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കടൽ വരെ കാണാം. കടലൊക്കെ നല്ലതായിട്ട് കാണാം ഇവിടെ നിന്നുകൊണ്ട്. ഈ പാറയുടെ പുറത്ത് നിന്നുകൊണ്ട് പാറ നിങ്ങളെ കാണിക്കാം കേട്ടോ. നമ്മുടെ കൂടെ വന്ന് കുറേ പേരൊക്കെ ക്ഷീണിച്ച് താഴെ തന്നെയൊക്കെ ഉണ്ട്. കുറേ പേര് അമ്പലം വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അങ്ങ് പാറയുടെ മണ്ടയ്ക്ക് വരെ കയറി. ഇവിടുത്തെ ഒരു ആനയുടെ പുറം പോലെയാണ് ഈ പാറ കേട്ടോ. ഭയങ്കര രസമാണ് ദൂരെ നിന്ന് കാണാൻ. അങ്ങനെ നല്ലൊരു വലിയൊരു പാറയാണിത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കടൽ വരെ കാണാൻ പറ്റും, അസ്തമയമൊക്കെ കാണാൻ പറ്റും. അത്രയ്ക്ക് രസമാണിത്. ഇവിടെയൊക്കെ നമ്മൾ വന്ന് കുറേ സമയം ചിലവഴിക്കും. ഇവിടെ ഞങ്ങളിങ്ങനെ പാറപ്പുറത്തൊക്കെ നമ്മുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഭയങ്കര രസം. അതിനുശേഷം ഞങ്ങളുടെ ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു.